നമസ്കാരം. പശ്ചിമ ബംഗാളിൽ വങ്കനാട് കാവ്യവൽക്കരിച്ചിരിക്കുകയാണ്. വെറുതെ കാവ്യവൽക്കരിച്ചതല്ല. 290 സീറ്റിൽ 200-ലധികം സീറ്റിൽ ജയിക്കുകയും ഭവാനിപ്പൂരിലടക്കം മമതാ ബാനർജിയെ സുവേന്ദു അധികാരി തോൽപ്പിച്ചുകൊണ്ട്, തെരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചുകൊണ്ട്, 15,000 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ട്, സുവേന്ദു അധികാരി പഴയ തൃണമൂൽ കോൺഗ്രസ്സുകാരൻ, അതിനു മുമ്പുള്ള കോൺഗ്രസ്സുകാരൻ, 2020 വരെ തൃണമൂൽ കോൺഗ്രസ്, അതിന് 6 വർഷം പിറകു വരെ കോൺഗ്രസ്സുകാരൻ ആയിരുന്ന സുവേന്ദു അധികാരി പടയോട്ടം ആരംഭിച്ചിരിക്കുകയാണ്. മോദി വേഴ്സസ് ദീദി എന്നുള്ളതായിരുന്നു ബംഗാളിൻ്റെ കഥ. 77-ലെ സിദ്ധാർത്ഥ ശങ്കറയുടെ കാലം കഴിഞ്ഞ്, കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞ്, ജ്യോതി ബസു പഠിച്ചിട്ടൊക്കെ വന്ന്, ജ്യോതി ബസുവാണ് അവിടെ പിന്നെ അധികാരത്തിൽ വന്നത്. 35 വർഷക്കാലം ജ്യോതി ബസു അത് കൊണ്ടു നടന്നു. ജ്യോതി ബസുവിന് ശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് പിന്നെ അവസാനം വന്നത്. അദ്ദേഹം ഇത് കുറച്ചു കാലം കൊണ്ടു നടന്നു. 35-ൽ അതും കൂടെയാണ് വരുന്നത്, കൊണ്ടു നടന്നു. അത് കഴിഞ്ഞ് സിന്ദൂർ വിഷയമൊക്കെ വരുമ്പോഴാണ് അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഉദയമുണ്ടായത്. മമതാ ബാനർജി, കോൺഗ്രസ്സുകാരിയായിരുന്ന മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി, വലിയ നേരോട്ടമുണ്ടാക്കി. 3 പ്രാവശ്യം അവർ 2011, 16, 21 3 പ്രാവശ്യം അവർ അധികാരത്തിൽ വന്നു. ആ 2011-ൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഈ സുവേന്ദു അധികാരിയും ബി ജെ പിയിൽ ഇല്ല. മാത്രമല്ല, ഒരു സീറ്റും ബി ജെ പിക്ക് ഇല്ലായിരുന്നു. 2021 ആകുമ്പോൾ 16 ആകുമ്പോൾ 3 സീറ്റ് പിടിച്ചു. 11-ൽ 1 സീറ്റ് ഇല്ലായിരുന്നു, 16-ൽ 3 സീറ്റ് പിടിച്ചു. 21 ആയപ്പോൾ 77 സീറ്റ് പിടിച്ചു. പക്ഷേ അപ്പോൾ സുവേന്ദു അധികാരി ഇതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വന്നു കഴിഞ്ഞു. കാരണം മമതാ ബാനർജിയുടെ ഒപ്പം നിന്നിട്ടുള്ള സുവേന്ദു അധികാരിക്ക് സകല രാഷ്ട്രീയത്തിൻ്റെ അടവുകളും തന്ത്രങ്ങളും ഗൂണ്ടാരാജ്യം എല്ലാം അറിയാവുന്ന സുവേന്ദു അധികാരിയെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നതാണ് ബി ജെ പി നേടിയ വലിയൊരു വിജയം. സുവേന്ദു അധികാരിയുടെ നേതൃത്വം മാത്രമല്ല, അവിടെ ജാൽമുറി എന്ന് പറയുന്ന ഒരു ബേൽപൂരിയുണ്ട്. നമ്മൾ ഇവിടെ മഹാരാഷ്ട്രക്കാരൊക്കെ ബേൽപൂരി കച്ചവടം നടത്തുന്നവരുണ്ട്. അതുപോലെ ജാൽമുറി എന്ന് പറയുന്ന വിൽക്കുന്ന കടയുണ്ട്. അവിടെ വളരെ വ്യാപകമാണ്. ഗ്രാമങ്ങളിലൊക്കെ ജാൽമുറി കടകൾ 10 രൂപ കൊടുത്താൽ അത് കിട്ടുന്നതാണ്, ഈ കഴിക്കുന്ന മധുര പലഹാരം. ഇത് വാങ്ങി കഴിക്കാനായിട്ട് മോദി ഒരു കടയിൽ പോവുകയും, അത് വലിയ ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വളരെ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു. 2 മിനിറ്റുള്ള വീഡിയോ. അവിടെ അദ്ദേഹം പൈസ വേണ്ട എന്ന് പറയുമ്പോൾ പൈസ നിർബന്ധിച്ച് 10 രൂപ കൊടുക്കുന്നതും, അദ്ദേഹം അത് വാങ്ങിച്ച് കഴിക്കുന്നതും. അത്ര ലളിതമാണ്, ലോലനാണെന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ ഇത്രയും ലളിതമായിട്ടുള്ള ഒരാളാണോ പ്രധാനമന്ത്രി എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നു. അത് അവിടുത്തെ ജാൽമുറി വിൽക്കുന്ന വലിയ ഒരു ഇടത്തരം കച്ചവടക്കാരൊക്കെ ധാരാളമുണ്ട്. അവരുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനമായി ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, അവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ മത്സ്യം കൊടുത്തും പൂ കൊടുത്തും കൊണ്ട് തൻ്റെ ശിഷ്യൻ്റെ അസുഖം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ മത്സ്യം കൊടുത്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും അവിടെ മത്സ്യ പൂജയുണ്ട്. അവിടെ നിന്ന് പൂജ കഴിയുമ്പോൾ മത്സ്യമാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. സാധാരണ നമ്മുടെ അത് മോദി പോയി അമ്പലത്തിൽ തൊഴുതിട്ട് മത്സ്യം വാങ്ങിച്ചു. മോദി അധികാരത്തിൽ വന്നാൽ, അതായത് ദാദ വന്നാൽ, അതായത് നമ്മുടെ ഇദ്ദേഹം ദീദി പോയി ദാദ വന്നാൽ, ഈ സുവേന്ദു അധികാരി ബി ജെ പി വന്നാൽ വെജിറ്റേറിയൻ ആക്കിക്കളയും, അവിടെ നോൺ വെജ് ഒക്കില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി ഈ മമതാ ബാനർജി സംഘവും. അതിന് ബദലായി ബീഫ് ഫെസ്റ്റുകളും മട്ടൻ ഫെസ്റ്റുകളും ചിക്കൻ ഫെസ്റ്റുകളും, അങ്ങനെ ഒരുപാട് നോൺ വെജ് കഴിച്ചുകൊണ്ട് ബി ജെ പി ഒരുപാട് കാര്യത്തിൽ അവിടെ അങ്ങനെ എന്തെല്ലാം ആയുധം മമതാ ബാനർജി എടുത്തോ, ആ ആയുധത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സുവേന്ദു അധികാരിക്ക് കഴിഞ്ഞ കാലം കൂടെ നിന്ന ആളാണ്. അതെല്ലാം കഴിഞ്ഞു. ഗുണ്ടയ്ക്ക് ഗുണ്ട, തല്ലിന് തല്ല്, പല്ലിന് പല്ല്, നഖത്തിന് നഖം, എന്തെല്ലാം മമതാ ബാനർജി വേല കാണിച്ചോ അതിനനുസരിച്ചുള്ള കൃത്യമായ തിരിച്ചുള്ള പണി കൊടുത്തുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജിയെ സുവേന്ദു അധികാരി തോൽപ്പിച്ചത്. 2 ആഴ്ചക്കാലമാണ് നരേന്ദ്രമോദി ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചത്. ഒരു 2 വർഷത്തെ പ്രവർത്തനമുണ്ട്. അമിത്ഷായുടെ പ്രവർത്തനം ബംഗാളിലുണ്ട്. ബീഹാർ കഴിഞ്ഞപ്പോൾ അവർ ട്വീറ്റ് ചെയ്തതാണ്, പറഞ്ഞതാണ് അടുത്തത് ബംഗാൾ. ഇപ്പോൾ അവർ പറയുന്നത് അടുത്തത് തെലുങ്കാന പിടിക്കും, രേവന്ത് റെഡ്ഡിയുടെ തെലുങ്കാന പിടിച്ചിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കർണാടക എപ്പോഴും അവരുടെ കയ്യിൽ വന്നും പോയി നിൽക്കുന്ന സംസ്ഥാനമാണ്. പിന്നെ അവർക്കുള്ള ബാലികേറമല കേരളമാണ്. ഇവിടെ 3 സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവർ തുടങ്ങുന്നത്. 2ഉം 3ഉം സീറ്റ് പിടിച്ച് പിന്നെ ഒരു ഹൈപ്പിലേക്കാണ് അവർ പോകുന്നത്. കേരളത്തിൽ 31-ൽ ഹൈപ്പിലേക്ക് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത്ര എളുപ്പമല്ല ഇവിടുത്തെ ഹൈപ്പ്. അത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ബംഗാളിൽ വന്നു. തമിഴ്നാട്ടിലും 2ാം മുന്നണിയായി. 1ാം മുന്നണി തമിഴ് വെട്രി കഴകത്തിൻ്റെ വിജയിയാണ് വന്നത്. 112 സീറ്റോടുകൂടി. 118 സീറ്റ് വേണം. 108 110 സീറ്റോടുകൂടി വന്നിട്ടുണ്ട്. 118 സീറ്റ് വേണം. അത് അദ്ദേഹം അവിടെ കുഞ്ഞു ഘടകകക്ഷികളൊക്കെ ഒപ്പിച്ച് അദ്ദേഹം മന്ത്രിസഭ ഉണ്ടാക്കും.
രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് BJP NDA ADMK സഖ്യമാണ്. സ്റ്റാലിൻ 3-ാം സ്ഥാനത്തേക്ക് പോയി. അതുപോലെ പിന്നെ ആസാമിൽ പിന്നെ മാമ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പുതുച്ചേരിയിലും NDA മുന്നണി വന്നു. അപ്പോൾ പാൻ ഇന്ത്യ പാർട്ടിയായി ഒന്നുകൂടി വളരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് പ്രതിരോധം തീർത്തിരുന്ന സ്റ്റാലിനും മമതാ ബാനർജിയും പിണറായി വിജയനും പരാജയപ്പെടുന്ന ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയമാണ്. കാവ്യരാഷ്ട്രീയത്തിൻ്റെ പുതിയ പടയോട്ടം ബംഗാളിലും നമ്മൾ കാണുകയാണ്. അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പടയോട്ടമാണ്. ഇനി ബംഗാൾ തിരിച്ചു പിടിക്കുക എളുപ്പമല്ല. ത്രിപുര വളരെ നേരത്തെ കാവ്യവൽക്കരിക്കപ്പെട്ടു. ബംഗാൾ ഇപ്പോൾ സമ്പൂർണ്ണമായി കാവ്യയിലേക്ക് മാറിയിരിക്കുകയാണ്.